ED പേടിച്ച് പനി പിടിച്ച തൈക്കണ്ടി വീണ ആ പനിക്കടക്കെ തന്നെ കിടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ബുധനാഴ്ച ഹാജരാവണമെന്ന് അടുത്ത സമരസ് വന്നിട്ടുണ്ട്. ബുധനാഴ്ച എന്ന് പറയുന്നത് ഇനിയിപ്പം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എത്ര 4 ദിവസം 5-ാം ദിവസം ചെല്ലണം അവിടെ ചെല്ലണം. അപ്പോൾ എന്തായാലും ED വിടുന്ന മട്ടില്ല. ആദ്യത്തെ ദിവസമൊക്കെ ഒരു മെയിൽ അഴിച്ച് തലയൂരാം. ഇനിയത്തെ തവണ ചെന്നില്ലെങ്കിൽ തൂക്കിയെടുക്കുക. എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വക്കീലിനെ അയച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവർ മറുപടി കൊടുത്തിട്ടില്ല. വക്കീലൊന്നും വേണ്ട, ആളിങ്ങി വന്നാൽ മതി എന്നുള്ള. വക്കീൽ പോയാൽ ശരിയാവില്ല. അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാറുള്ളൂ. വക്കീൽ പോയിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ഒരു തറവാട്ടിലെ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇളമുറക്കാരി, അതായത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത പിടിച്ച വാളിന്റെയും കടാരയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ടുള്ള, അത് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പ്രത്യേകതര ആക്ഷൻ കാണിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി വിരട്ടുന്ന കടത്തനാടിന്റെ പാരമ്പര്യമുള്ള ഒരു പിതാവിന്റെ മകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ ചില സൂക്തങ്ങളിൽ ഒന്ന്, മടിയിൽ കനമുള്ളവർക്ക് വഴിയിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, പഴയതിനെ പോലെ തന്നെ ഒരു വീഡിയോ ആണ്, പണ്ടത്തെ വീഡിയോ ആണ്. നിയമസഭയിൽ മാത്യു കുഴൽനാടൻ വീണാ വിജയൻ്റെ പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ വളരെ രോഷത്തോടെ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, വീട്ടിലിരിക്കുന്നവരെ ഇവിടേക്ക് വലിച്ചിഴക്കരുത്, വീട്ടിലിരിക്കുന്നവരെ ഇവിടെ വലിച്ചിഴക്കരുത്. അദ്ദേഹമാണ് മറുപടി പറയേണ്ടതാണ്, മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എന്താണ് സംഭവിച്ചത്? അയാളുടെ മകൾക്കെതിരെ ED അന്വേഷണം വരുന്നു, SFIയുടെ റിപ്പോർട്ട് വരുന്നു, അയാളുടെ ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നു. ആ സാഹചര്യത്തിൽ ഇതിന് മറുപടി കൊടുക്കേണ്ട. ഒരിക്കലും നിയമസഭയിൽ പിണറായി 2 കൈ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പലവണ കാണിച്ചു. അപ്പോൾ അണികളെല്ലാം അവിടെ നിന്ന് അപ്പ പറഞ്ഞു, അത് ഹുറേ പറഞ്ഞു, ബലേ ഭേഷ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, ഡെസ്കിലടിച്ചു, ആമോദം കൊണ്ടു. ഇപ്പോൾ അണികളുമില്ല, ഹുറേ പറയാനും ആളില്ല, ഡെസ്കിലടിക്കാനും ആളില്ല. എല്ലാവർക്കും കാര്യം ഏതാണ്ട് പിടികിട്ടി തുടങ്ങി. ഞാൻ അഴിമതി രഹിതനാണ് എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചത് ഒന്നും ശരിയല്ല. PT തോമസ് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു വേണം. അതെ, കാരണം കഴിഞ്ഞ 1ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് അടിച്ച് നിരപ്പാക്കിയ ഒരാൾ PT തോമസ് ആയിരുന്നു. ഈ പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി വയലൻ്റ് ആവും. അപ്പോൾ സാധാരണ പുള്ളി ഈ നിയമസഭയിൽ അങ്ങനെ ആരെയും പേര് വിളിച്ച് സംസാരിക്കുന്ന പതിവ് അത് കുറവാണ്. ഇല്ല, പക്ഷെ തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു PTക്ക്. ഇത് തന്നെയാണ് കുഴൽനാട എന്ന് വിളിച്ചുകൊണ്ട് പുള്ളി സംസാരിച്ചു. മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ആ ഒരു പ്രതികാരം ഭയങ്കരമായിരുന്നു. ഇയാളുടെ മകൾക്കെതിരെ കുഴൽനാടൻ നിയമസഭയിൽ ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ഇയാൾ എന്തൊക്കെ കുഴൽനാടനെ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. പിന്നെ നാളെ വീട്ടിലെ വസ്തുക്കളൊക്കെ രാവിലെ തഹസിൽദാർ സംഘം എത്തിക്കഴിഞ്ഞു. അതെ, എത്തിയെന്ന് മാത്രമല്ല, അയാൾ കയ്യേറിയിട്ടില്ലാത്ത വസ്തു, അയാൾ ഒഴിച്ചിട്ടിരിക്കുന്ന വസ്തു, അത് അയാളുടെ പേരിലാക്കി റിപ്പോർട്ട് എഴുതി. നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ ചില വില്ലന്മാരെ കാണിക്കുമല്ലോ, നമുക്കൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമെന്ന്. അത് നമ്മുടെ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ്. പണ്ടത്തെ ഈ തമിഴ് സിനിമയിൽ വില്ലന്മാർ ചെയ്യുന്ന വലിയ അധികാരത്തിരിക്കുന്നവനൊക്കെ കാണിക്കുന്ന ഓരോ കോപ്പറങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സംഭവിച്ച് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇവിടെ കുഴൽനാടനെതിരായ കൊട്ടേഷൻ നടപ്പിലാക്കാൻ വേണ്ടി ഈ VN വാസവനാണ് ഇടപെട്ടിട്ട് അയാളുടെ തന്നെ അടുത്ത സുഹൃത്തായിരുന്നു അടുത്ത ആശ്രിതനാണ് വിജിലൻസ് SP, കോട്ടയം വിജിലൻസ് SP. ഇതിൻ്റെ പിന്നിലുള്ള ഈ കുഴൽനാടനെതിരായിട്ടുള്ള ഈ റിപ്പോർട്ടുകളെല്ലാം ചമച്ചത് ആ SP-യുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നടത്തിയത്. കാരണം ഇതിനെല്ലാം ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായി വിജയൻ്റെ മകളുടെ പേര് നിയമസഭയിൽ കുഴൽനാടൻ പറഞ്ഞു. അതാണ് കുഴൽനാടൻ ചെയ്ത തെറ്റ്. ഞങ്ങളുടെ വീണമോളെ തോട്ടവനെ തട്ടും എന്നായിരുന്നു ഇവന്മാരുടെ. അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് റെയ്ഡിന്, മറ്റേ വാടക താമസിക്കുന്ന കൊട്ടാരത്തിലെ റെയ്ഡിന് ED വന്നപ്പോൾ അവർ ആക്രമിച്ചത് തന്നെയായിരുന്നല്ലോ. പിന്നെ ആരെയും കണ്ടില്ല. അല്ല, ആ ഒരു ആക്രമണമാണ് സംഭവത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. സ്വന്തം പാർട്ടിക്കാരെടുത്ത പണിയാണ്. അതെ. അപ്പോൾ എന്താണെങ്കിലും ശരി, ആ ആക്രമണത്തിന് ശേഷം ED കർശന നിലപാടാണ്. EDയുടെ ഡയറക്ടർ തന്നെ നേരിട്ടെത്തി കൊച്ചിയിലെത്തി കാര്യങ്ങൾ അദ്ദേഹം ഏകോപിപ്പിച്ചു. എല്ലാ കാര്യം വളരെ ഫാസ്റ്റായി, പിന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന്. അപ്പം ഒരു കാര്യം നമ്മുടെ സഖാക്കന്മാർക്കെല്ലാം മനസ്സിലായി, വീണാ വിജയൻ പാർട്ടി അംഗമല്ല എന്നാണ് അവരറിയുന്നത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അറിഞ്ഞില്ല. അദ്ദേഹം കൈ കെട്ടി ഇങ്ങനെ ചാടി ഡൽഹിയിൽ പോലീസിന് മുമ്പ് പോയപ്പോഴൊന്നും അദ്ദേഹം അത് അറിഞ്ഞില്ലെന്നോ. ഇല്ല, അവരെ പറയുന്നത് പിണറായി വിജയനെ ലക്ഷ്യപ്പെട്ടു. പിണറായി വിജയൻ താമസിക്കേണ്ടത് കണ്ടോൺമെന്റ് ഹൗസിലാണ്. മോള് വാടകയ്ക്ക് എടുത്ത വീട്ടിൽ പോയി പിണറായി വിജയൻ താമസിച്ചിട്ട് മോളെ പിടിക്കാൻ ആൾക്കാർ വരുമ്പോൾ, അതായത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മോളെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ
എന്നെ ആക്രമിച്ച് എന്ന് പറയുന്നത് മുന്നിൽ കയറി നിൽക്കാനുള്ള പരിപാടിയാണിത്. നല്ല രീതിയല്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഈ ചീപ്പ് കേസ് കൊടുക്കും. അയൽക്കാർ തമ്മിലുള്ള തർക്കത്തിന് പെണ്ണുങ്ങളെ കൊണ്ട് മുണ്ട് പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമല്ലോ. അതെ, ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകും. ഇപ്പം അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കെതിരെ ഇവ ഞാൻ എന്നെ കയറി പിടിച്ചു, അല്ലെ ഞാൻ മുണ്ട് പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അതിൻ്റെ വേറെ പതിപ്പ്. അപ്പോൾ എൻ്റെ 4 വയസ്സുള്ള കുട്ടി അല്ലെ 8 വയസ്സുള്ള കുട്ടി 12 വയസ്സുള്ള പെൺകുട്ടി ഇവിടെ നിൽക്കുന്നതിന് നേരെ മുണ്ട് പൊക്കി കാണിച്ചു, നഗ്നത പ്രദർശിപ്പിച്ചു, പോക്സോ നിയമം അട്രാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരിക്കും കൊണ്ട് പരാതി കൊടുക്കും. ഏതാണ്ട് അതേ രീതിയിലാണ് ഈ പിണറായി വിജയന് പാർട്ടിക്കാർ കൊടുക്കുന്ന ഒരു പ്രതിരോധം. ഒരു പറയുന്നത് എന്താണ്, അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ആരെ തിരക്കിയാണ് ഇ ഡി വന്നത്? പിണറായി വിജയനെ തിരക്കിയാണോ? ഇ ഡി വന്നത് പിണറായി വിജയനെ തിരക്കിയല്ല, ഇ ഡി വന്നത് വീണ തൈക്കണ്ടിയെ തിരക്കിയാണ്. ഈ വീണ തൈക്കണ്ടി ആരാണ്? അത് പിണറായി വിജയന്റെ മകളാണ്, മുഹമ്മദ് റിയാസിന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ്, ഇപ്പോഴത്തെ ഭാര്യയുമാണ്. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുന്നു? ആ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. എന്നാൽ അവരെ പിണറായി വിജയനെ അവിടെ ഒന്നും ചെന്നില്ല. പക്ഷെ പിണറായി വിജയൻ അതിനുശേഷം വന്ന് നടത്തിയ ഒരു പ്രസംഗം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പരിശോധന നടത്തും. നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ, നമ്മൾ ഒന്നിച്ചങ്ങ് നേരിടുമല്ലേ? കൈയൊക്കെ മുഷ്ടിയൊക്കെ ചുരുട്ടി വന്ന് ആര് നേരിടണം? ഇയാളുടെ മോള് കൈക്കൂലി മേടിച്ചതിന് ഈ നാട്ടിലുള്ള പാർട്ടിക്കാർ ജയിലിൽ കിടന്നു കിടക്കുന്നു. 25 ജയിലിൽ കിടപ്പുണ്ട്. കൊറോണത്തിന് അന്വേഷിച്ച് പോലീസ് രാത്രി ദിവസം വീട് ചെല്ലുന്നുണ്ട്. പിണറായിയുടെ മോൻ സുഖമായിട്ട് അബുദാബിയിൽ നല്ല പട്ടുമൊത്തയിൽ അദ്ദേഹം ഉറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഇ ഡി അടുത്ത നടപടിയിലേക്ക് കടന്നതോടെ ഈ വന്ന ഓടിക്കൂടിയ ആൾക്കാർ മുഴുവൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനെ കൊണ്ടുവന്നില്ല ഈ പിടിച്ചോണ്ട് യുവമാരെയൊക്കെ. ഒരൊറ്റ മനുഷ്യ അവിടെ തിരിച്ചോക്കില്ല. അത് അവർക്ക് ആർക്കും ജാമ്യം കിട്ടുന്നില്ല. ഇല്ല. SFIക്കാരനൊരു ജില്ലാ പ്രസിഡന്റ് എനിക്ക് പഠിക്കണേ എന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ നിലവിളിയാ. ഇത്രയും നാളും അവന് പഠിക്കണ്ട, ഇപ്പൊ അവന് പഠിക്കണം, പരീക്ഷ എഴുതണം. ഇപ്പോഴാണ് അവന് ബോധ്യം എനിക്ക് പഠിക്കണമെന്ന്. അവർക്ക് പരീക്ഷ എഴുതാൻ പഠിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, നമുക്കാണ് പഠിക്കേണ്ടത്. അതെ, അവർക്ക് അവിടെ വേറെ ആളിനെ വെച്ച് എഴുതിക്കാനും പഠിക്കാനൊക്കെ സംവിധാനം. പിന്നെ പേരിന് വേണ്ടി ജയിലിൽ കിടന്നവർ എഴുതി എന്നുള്ള പ്രശ്നം വരുന്നുണ്ടല്ലോ. ജയിലിൽ നിന്ന് വെളിയിറങ്ങിയാൽ വെളിയിൽ നിന്നിട്ട് തന്നെ ഒരാളെ കൊണ്ടങ്ങ് എഴുതിക്കാം, അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ വീണ വിജയൻ ഈ ബുധനാഴ്ച ഹാജരായേ പറ്റൂ. ഇനി ഹാജരായില്ലെങ്കിൽ ഇ ഡിക്ക് ഇവരെ വിളിച്ചു സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിലെടുക്കാം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കസ്റ്റഡിയിലെടുപ്പ് വരുന്ന ഉടനെ ഈ പറഞ്ഞ അണികളെല്ലാം കൂടെ വന്ന് സംരക്ഷിക്കുമെന്നും അവരെ കാറടിച്ച് പൊട്ടിച്ച് പേടിപ്പിച്ച് ഓടിക്കുമെന്നും ഒന്നും ആരും കരുതാൻ നിൽക്കണ്ട. ഇത് വലിയ പണിയാണ്. ഏതായാലും ഒരു വണ്ടി ഇഷ്ടിക ബേക്കറി ഇറക്കാനുള്ള സാധ്യതയുണ്ട് പിണറായി പറഞ്ഞിട്ട്. അതെ, പക്ഷേ അണികളെ കിട്ടുമ്പോൾ സ്വന്തമായിട്ട് എടുത്ത് എറിയേണ്ടി വരും. പിന്നെ ഈ അന്ന് കിട്ടിയ ആ ഒരു പിന്തുണ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ജ്വലിക്കേണ്ട. അന്നത്തെ പിന്തുണ എന്ന് പറയുന്നത് പിണറായി വിജയന് കിട്ടിയ പിന്തുണയല്ല, ബിനീഷ് കോടിയേരിക്ക് വേണ്ടി വന്ന് അവർ നടത്താനുള്ള കൃത്യം നടത്തിയിട്ട് അവർ പോയി. അവർ ഇതിനകത്ത് കടന്നാലും വേണ്ടില്ല. അതോടുകൂടി ബിനീഷ് കോടിയേരിയെ പെട്ടെന്ന് തന്നെ പാർട്ടിയിലേക്കും തിരിച്ചെടുത്തു. ബാക്കി കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വീണ വിജയൻ്റെ ഒരു കളിയും വീണ തൈക്കണ്ടിയുടെ ഒരു കളിയും നടക്കില്ല. അച്ഛൻ ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, അഥവാ മുഖ്യമന്ത്രിയാണെങ്കിൽ തന്നെ കേരള പോലീസോ വിജിലൻസോ അല്ല ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. ഇനി BJP-ക്കാർക്ക് പഴയതല്ല ഇവരെ കൊണ്ട് ആവശ്യവുമില്ല. കാരണം ഇത് ആരും ഇല്ല എന്നുള്ള സത്യം അവരും മനസ്സിലാക്കി.